ഹായ് ഓൾ. മലയാളികളുടെ വിരുന്നുകളിൽ ഒഴിച്ചുകൂടാൻ പറ്റാത്തൊരു കാര്യമാണല്ലേ പായസം. അതില് എന്റെ പ്രിയപ്പെട്ടത് പാലട തന്നെയാട്ടാ. എന്റെയും കുട്ടിക്കാലത്ത് പലതരം പായസങ്ങളെല്ലാം ഉണ്ടാക്കണമെങ്കിൽ കർക്കിടക വാവ വേണം. ഗോതമ്പ് പായസം, പഴം പായസം, പയറ് പായസം, കടല പായസം, അങ്ങനെ വലിയൊരു ലിസ്റ്റ് തന്നെയാണ്. അതിൽ എന്റെ ഏറ്റവും ഫേവറേറ്റ് ആയിട്ട് ഉണ്ടായിരുന്നത് ഗോതമ്പ് പായസം. ഗോതമ്പ് പായസം എന്ന് പറയുമ്പോൾ തന്നെ നാക്കിൽ വെള്ളം വരുന്നുണ്ട്. അപ്പൊ നമുക്ക് ഇന്നിവിടെ ഒരു സിമ്പിൾ പാലട മിക്സ് വെച്ചിട്ട് പായസം എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. ഇത് എൻ്റെ രീതിയാണ്. അതിൽ ചെറിയ പ്രശ്നങ്ങളും കാര്യങ്ങളെല്ലാം ഉണ്ടാവും, പക്ഷെ അത് നമ്മളൊന്ന് ശ്രദ്ധിച്ചാൽ സൂപ്പറായിട്ട് നമുക്ക് കുക്കറിൽ തന്നെ കിടിലൻ പാലട പായസം ഉണ്ടാക്കാൻ പറ്റും. അപ്പം നമ്മൾ ആദ്യം ചെയ്യുന്നത്, ആദ്യം ഒരു പാത്രം എടുത്തിട്ട് ഈ പാലടൻ്റെ മിക്സ് ഇട്ടിട്ട് അതിൽ വെള്ളം ഒഴിച്ച് വെക്കുകയാണ്. അപ്പോൾ ഈ വെള്ളം ഒഴിക്കുന്നതിൻ്റെ ഒരു കാരണം എന്ന് വെച്ചാൽ നമുക്ക് ഇതിൽ പഞ്ചസാരയൊക്കെ മിക്സ് ആയിട്ടാണല്ലോ ഉണ്ടാവുക. അപ്പോൾ ഇതടക്കം നമ്മൾ കുക്കറിൽ വിസിൽ വെക്കാന്ന് വെച്ചാൽ നന്നായിട്ട് അടിക്ക് പിടിക്കും. അപ്പോൾ ഇതിൻ്റെ പഞ്ചസാര ആദ്യം നമ്മൾ അലിയിച്ചിട്ട് മാറ്റി വെക്കുക. എന്നിട്ട് ബാക്കിയുള്ള ആ ഒരു അടയുണ്ടല്ലോ, ആ അടയിൽ കുറച്ചുകൂടി വെള്ളം ഒഴിച്ചിട്ട് 2 വിസിൽ, പിന്നെ സിമ്മിലിട്ടിട്ട് കുറച്ച് നേരം കൂടി വേവിക്കുക. ഇനി നമുക്ക് പാല് തിളപ്പിക്കാൻ വെക്കണം. അപ്പോൾ ഞാനിവിടെ 1 ലിറ്റർ പാലാണ് എടുത്തത്. ഒരു പാക്കറ്റ് പാലടക്ക് 1 ലിറ്റർ പാല്. നല്ല കട്ടിയുള്ള പാൽ തന്നെ എടുക്കാൻ നോക്കുക. പിന്നെ നമ്മൾ നേരത്തെ അലിയിച്ച് വെച്ചിട്ടുണ്ട് പഞ്ചസാരൻ്റെ വെള്ളം ഉണ്ടായിരുന്നല്ലോ, അതും കൂടി ഒഴിച്ചിട്ട് ഇതും തിളപ്പിക്കാൻ വെക്കുക. അപ്പോൾ 2 വിസിൽ വന്ന് സിമ്മിലിട്ട് ഒരു 10 മിനിറ്റ് ആയതിനു ശേഷം നമ്മൾ സ്റ്റീമെല്ലാം തന്നെ പോയതിന് ശേഷം കുക്കർ തുറന്ന് നോക്കുക. ഇപ്പോൾ അട ഒരു പാകത്തിന് വെന്തിട്ടുണ്ടാവും. പിന്നെ ഞാനിതിൽ ചെയ്യുന്ന ഒരു ട്രിക്ക് എന്താണെന്ന് വെച്ചാൽ, ഈ അട അങ്ങനെ വെച്ചാൽ നമുക്കതിൻ്റെ ഒരു തിക്നെസ് അറിയില്ല. പായസം കുറച്ച് വാട്ടറി ആയിരിക്കും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഇതിൽ നിന്ന് ഒരു 3-4 സ്പൂൺ അട എടുത്തിട്ട് മിക്സിയിൽ നന്നായിട്ട് പേസ്റ്റ് പോലെ കുറച്ച് പാലും കൂടെ ഒഴിച്ചിട്ട് അരച്ചെടുക്കുന്നുണ്ട്. അപ്പം ഇത് നമ്മൾ ആ പായസത്തിലോട്ട് ആഡ് ചെയ്യുമ്പം നല്ലൊരു തിക്നെസ്സും അതുപോലെ തന്നെ ആ ഒരു ഫ്ലേവർ വേറെ തന്നെ ഒരു ഫീൽ ചെയ്യുന്നത് എനിക്ക് തോന്നലുണ്ട്. പിന്നെ ഞാൻ പാലടക്ക് കുറച്ചും കൂടി മാറ്റി കൂട്ടാൻ വേണ്ടിയിട്ട് ഇതിൽ ആഡ് ചെയ്യുന്നത് ക്യാരറ്റാണ്. അപ്പോൾ ഒരു ക്യാരറ്റ് എടുത്തിട്ടുണ്ട്. അത് നന്നായിട്ട് കഴുകി പീൽ ചെയ്തിട്ട് ചോപ്പ് ചെയ്യുക. ഒന്നെങ്കിൽ ചോപ്പ് ചെയ്യാം, അല്ലെങ്കിൽ മിക്സിയിലിട്ട് അരക്കുകയും ചെയ്യാം. എന്നിട്ട് ഒരു പാത്രം വെച്ച് കുറച്ച് നെയ്യ് ഒഴിച്ച് അതിൽ ഈ ക്യാരറ്റ് ഇട്ടിട്ട് നന്നായിട്ട് സോട്ട് ചെയ്യുക. ഈ സോട്ട് ചെയ്യുന്നതിൻ്റെ കൂട്ടത്തിൽ തന്നെ പഞ്ചസാരയും കൂടി ഇട്ടിട്ട് നമ്മളൊന്ന് കാരമലൈസ് ചെയ്യൂലേ, അതുപോലെ ചെയ്യുക. എന്നിട്ട് അതിലോട്ട് ഒരു ഏലക്കാവും പൊടിച്ചിട്ട് നന്നായിട്ട് വഴന്നതിന് ശേഷം അതിലോട്ട് നമ്മൾ പായസം ഉണ്ടാവുമല്ലോ, ആ പായസത്തിൻ്റെ 1-2 സ്പൂൺ എടുത്തിട്ട് ഒഴിച്ചിട്ട് നന്നായിട്ട് കുറുക്കിയെടുക്കുക. എന്നിട്ട് നമ്മൾ ഈ കുറുക്കിയ സാധനം ഉണ്ടാവുമല്ലോ, അത് പായസത്തിലോട്ട് ഇട്ടിട്ട് വീണ്ടും പായസം നന്നായിട്ട് 2-3 തള തിളപ്പിക്കുക. ഇത് നിങ്ങൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇതുവരെ ചെയ്യാത്തവരാണെങ്കിൽ സൂപ്പറായിട്ട് പാലട പായസത്തിന്റെ ടേസ്റ്റ് ഒന്ന് ഹൈലൈറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്റ്റെപ്പാണിത്. പണ്ടെല്ലാം പാലട പ്രഥമൻ ഉണ്ടാക്കാന്നെല്ലാം പറഞ്ഞാൽ വലിയൊരു പണിയാ. അട ഉണ്ടാക്കണം. പക്ഷെ ഇപ്പോഴാണെങ്കിലോ എല്ലാം ഇൻസ്റ്റന്റ് ആയി. ഇനി നമുക്ക് അവസാനത്തെ മിനുക്ക് പണിയായിട്ടുള്ള വറുത്തിടലും കൂടി കഴിഞ്ഞാൽ പായസം റെഡി. അപ്പൊ അണ്ടിപ്പരിപ്പ്, ബദാം, കുറച്ച് കിസ്മിസും കൂടി എടുത്ത് നന്നായിട്ട് എണ്ണയിൽ വഴറ്റി ഞാൻ അതും കൂടെ പായസത്തിലോട്ട് ചേർക്കുന്നത്. അപ്പൊ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഒരു ലൈക്ക് തരണേ. അപ്പൊ ഇത്രയൊക്കെയുള്ള വിശേഷം. വീണ്ടും കാണാം. ബൈ.